സാലറിയോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടീമിന് റെക്കഗ്നിഷൻ, അംഗീകാരം, അഭിനന്ദനം. അതുകൊണ്ട് റെക്കഗ്നിഷൻ ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ടീം ബിൽഡിംഗ്. ആരും ഇന്ന് വരെ നമ്മളെ ഒന്ന് അഭിനന്ദിച്ചിട്ട്, എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ കുറ്റപ്പെടുത്താൻ 100 പേരുണ്ട്, നല്ലതെന്ന് പറയാൻ വീട്ടുകാർ പോലും ഇല്ല. സത്യമാണോ? ഇത് കിട്ടാത്തോണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. നമ്മൾ വളരുമ്പോൾ ആളുകൾക്ക് അഭിനന്ദിക്കുന്നതിന് പകരം നമ്മളോട് അസൂയയാണ് ആളുകൾക്ക്. ശരിയാണോ? നമ്മുടെ ഉറ്റവർ, വേണ്ടപ്പെട്ടവർ പോലും നമ്മളെ എന്ത് ചെയ്യാണ്? കുറ്റപ്പെടുത്തുന്നു, കളിയാക്കുന്ന സമൂഹം അങ്ങനെ. ബട്ട് പീപ്പിൾ ഓൾവേസ് നീഡ് റെക്കഗ്നിഷൻ. അത് ചുമ്മാ ഒരു തോളിൽ തട്ടി അഭിനന്ദനമായിരിക്കും. നമ്മൾ വിളിച്ചു അവരെ കൂട്ടി ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയി ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതായിരിക്കും. നമ്മളെ സംബന്ധിച്ചത് 10,000 രൂപയുടെ കാര്യമുള്ളൂ, പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു ഗ്രേറ്റ് മെമ്മറിയാണ്, ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസാണ്. ഇതിലൊന്നും പിശുക്ക് കാണിക്കരുത്. ഒരു ഓണം വരുമ്പോൾ, ഒരു വിഷു വരുമ്പോൾ, ഒരു പെരുന്നാൾ വരുമ്പോൾ അവൻ്റെ കുടുംബത്ത് കഴിയുന്നത് നമ്മൾ കൊടുത്തത് വെച്ചാവണം. പൈസ അല്ല കൊടുക്കേണ്ടത്, ഓണക്കിറ്റ് കൊടുക്കണം. എടീ ഇതാ ഇക്ക തന്നു വിട്ടതാ, ഷാജാനിക്ക തന്നതാ നമ്മുടെ. അപ്പം എന്തായി? 1000 രൂപയുടെ കിറ്റ്, 1000 രൂപയുടെ ഗ്രോസറി, 2000 രൂപ ഇവന് കാശ് കൊടുക്കുന്നതിന് പകരം കിറ്റ്. നമ്മുടെ ബ്രാൻഡ് ലോഗോയൊക്കെ വെച്ചാൽ ഈ ചാക്ക് കൊടുത്തു വിടുന്നത്. അടിപൊളി. പക്ഷെ ആ റിസീവ് ചെയ്യുന്ന വീട്ടിലെ ഫീൽ ഒന്ന് ആലോചിച്ച്, അത് കിട്ടുന്ന ആ വീട്ടിലെ ഫീൽ ഒന്ന് ആലോചിച്ച്. നമുക്കിതൊക്കെ ചെറുതാ, അവരെ സംബന്ധിച്ച് ഇതൊക്കെ വലുതാ. സോ റെക്കഗ്നിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.